ഹായ്, ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്ന കണ്ടില്ലേ, ഒരു ഗോഡ് മിൽക്ക് സോപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മളൊരു ഓർഡർ അനുസരിച്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു 500 ഗ്രാം സോപ്പ് ബേസിന് ഒരു ഓർഡർ ഉണ്ട്. 500 ഒരു 5 സോപ്പ് 100 ഗ്രാമിൻ്റെ എനിക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പം ഞാനത് ഏകദേശം ഒരു 500 ഗ്രാം വെച്ച് ചെയ്ത് കാണിക്കാമെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഗോഡ് മിൽക്ക്. ഇത് നല്ല ബേസാണ്. നമ്മൾ എപ്പോഴും സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബേസാണ് നോക്കണം. നല്ല ബേസ്, ക്വാളിറ്റി ഉള്ള ബേസ് മേടിച്ച് വേണം നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ പോലെ ഗോഡ് മിൽക്ക് വെച്ചാണ് എല്ലാം ആഡ് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് അധികം ഒന്നും ഇതിനകത്ത് സൊല്യൂഷൻസും ജ്യൂസസ് ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആകെ നമ്മളിനകത്ത് ചേർക്കുന്നത് വൈറ്റമിൻ ഇ, റോസ് വാട്ടറും ദെൻ ഗ്ലിസറിനുമേ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. അതും കുറച്ച് എമൗണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 1 കിലോ ബേസിന് നമ്മൾ 20 ml ആണ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൂടരുത്. അപ്പോൾ നമുക്ക് 500 ഗ്രാം ബേസിന് നമ്മൾ എത്ര എടുക്കേണ്ടത്? അപ്പം 10 ml ആണ് നമ്മളെല്ലാം കൂടെ എടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഇത് മെഷർ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നമ്മളിത് മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 500 ഗ്രാം, നമ്മളൊരു 506 ഗ്രാം ഉണ്ട് നമുക്കിപ്പം. 500 ഗ്രാം ബേസിനാണ് നമ്മൾ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ എടുക്കണം. കാരണം എന്താ പറയുക, കുറച്ചൊക്കെ നമ്മുടെ പാത്രത്തിലൊക്കെ ഇങ്ങനെ പറ്റി പോകാനുള്ള ചാൻസ് അല്ലേ. അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ 505 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ മെഷർമെൻറ്റ് കണ്ടല്ലോ എല്ലാവരും. അപ്പോൾ ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. അപ്പോൾ നമ്മളുണ്ട് ഗോഡ് എന്ത് രസമുണ്ട് കാണാനല്ലേ. അതിനെ മുറിച്ച്, ആ ബേസിനെ മുറിച്ച് നമ്മൾ 500 ഗ്രാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ വെള്ളം ബോയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓണാക്കാൻ അതും വെച്ചിട്ടുണ്ട്. അപ്പം ഇനി എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളിത് ഡബിൾ ബോയിൽ മെത്തഡാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ, അവർക്ക് ആദ്യം മനസ്സിലാകാൻ വേണ്ടി. എപ്പോഴും സോപ്പ് മെൽറ്റ് ചെയ്ത് ഡബിൾ ബോയിൽ മെത്തഡിൽ മെൽറ്റ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇപ്പം വെള്ളം ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്, ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ട, വെള്ളം ചൂടായി കഴിഞ്ഞ ശേഷം നമുക്കിതിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളം ചൂടായിട്ടുണ്ട്. ഇത് മറ്റേ ഗ്ലിസറിൻ സോപ്പ് ബേസിൻ്റെ കൂട്ടല്ല കേട്ടോ. കുറച്ചും കൂടെ ഇത് നല്ല സമയം എടുക്കും ഒന്ന് മെൽട്ടായി വരാൻ. പക്ഷേ മെൽട്ടാകുമ്പോൾ പാല് പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സെപ്പറേറ്റ് ഒന്നും അധികം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈവൻ ഗ്ലിസറിൻ ബേസ് ആണെങ്കിലും നമ്മൾ ജ്യൂസൊക്കെ ചേർക്കുമ്പോൾ കളർ ചേർക്കാറില്ല. എന്നാൽ ആ ജ്യൂസസിൻ്റെ കളറൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഏറെ ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മുടെ കണക്കെല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് 1 kgക്ക് 20 ml മതി. ഗ്ലിസറിനും നമ്മുടെ റോസ് വാട്ടറും വൈറ്റമിൻ ഇയും എല്ലാം കൂടെ നമുക്ക് 20. ഇനിയിപ്പോൾ വൈറ്റമിൻ ഇ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇടണമെങ്കിൽ അതും കുഴപ്പമില്ല. പക്ഷേ 500 ഗ്രാമിന് നമുക്ക് 100 ഗ്രാമിന് ഒരു വൈറ്റമിൻ ഇ എന്നുള്ള രീതിയിൽ ഞാൻ ഇടുന്നത്. അപ്പോൾ 500 ഗ്രാമിന് ഞാൻ ഓൾറെഡി 5 വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഇടുന്നുണ്ട്. ഇനി കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഇ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ലേശം അതിൻ്റെ കോൺസെൻട്രേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ചാൽ മതി. ഒരു 1, 2, 3 തുള്ളിയുടെയൊക്കെ ആവശ്യമേ വരുന്നുള്ളൂ കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ. പക്ഷേ ഇതാകുമ്പോൾ നമുക്കിങ്ങനെ 5 നമ്മൾ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ സോപ്പ് ബേസ് ഇളക്കിയാൽ മതി. ആദ്യമായിട്ട് കാണുന്നവർക്ക് കൂടെ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഒത്തിരി ഇതിനകത്ത് എന്താ പറയുക, ബബിൾസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ കണ്ടോ, നല്ല രസമുണ്ട് ഇത് കാണാൻ തന്നെ. അപ്പം ഇങ്ങനെയാണ് നമ്മളിത് ഇച്ചിരി കട്ടയാവും, എന്നിട്ടേ ഇത് മെൽറ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ പെതുക്കെ ഇളക്കി കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനിലും ഷെയറിങ്ങിലും വ്യൂസിലും ഒക്കെയാണ് നമുക്ക് കൂടുതൽ എൻകറേജ്മെൻറ്റും ഒക്കെ കിട്ടുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടാൻ പറ്റും. അപ്പോൾ ഇടാനുള്ള ഒരു എൻകറേജ്മെൻറ്റും കൂടെ കിട്ടും. അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം അതുപോലെ വേറെ കാര്യം പറയുന്നത്, നമുക്കിത് സെയിലുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ, നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽസോ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് അറിയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ മെറ്റീരിയൽസ് ഒന്നും അധികം എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് അനുസരിച്ച് നമ്മളത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ സോപ്പ് നല്ലതായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഒരു പാല് പോലെയുണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് ഡോവിൻ്റെയൊക്കെ ഡോ ഒക്കെ കാണുമ്പോൾ നമ്മൾ അതേപോലെ ഇരിക്കും നമ്മുടെ സോപ്പ് കാണുമ്പോൾ. ഗുണവും അതുപോലെ തന്നെയാണ്. ഗോഡ് മിൽക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്കിന്നൊക്കെ ഒത്തിരി ഡ്രൈ ആകാതെയും നല്ലതായിട്ട് നമുക്ക് ഡെയിലി നമ്മളിങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുവാണെങ്കിൽ, ഒരേ സോപ്പിന് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ മാറ്റങ്ങളും അറിയാൻ പറ്റും. അപ്പം എല്ലാവരും അതുകൊണ്ട് ഇതൊന്ന് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ചെയ്ത് നോക്കുക. അതിന് സമയമില്ലാത്ത ആൾക്കാരൊക്കെയാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മളിത് വീട്ടിലെത്തിച്ചു തരുന്നതായിരിക്കും. ഈ ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, വീട്ടിലെത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മൾ നല്ലതായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരു 10 ml എടുത്തിട്ടുണ്ട്. വൈറ്റമിൻ ഇ ഒരു 5 എണ്ണം, പിന്നെ റോസ് വാട്ടർ, ഗ്ലിസറിന് എല്ലാം കൂടെ നമ്മൾ ഒരു 10 ml ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. സ്മെല്ല് ഞാൻ ഇപ്പോൾ ഒഴിക്കത്തില്ല. ഞാൻ എപ്പോഴും അത് നമ്മുടെ ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ടാണ്, ഡബിൾ ബോയിൽ മെത്തഡിൽ നിന്ന് മാറ്റിയിട്ടാണ് നമ്മൾ സ്മെല്ല് ഒഴിക്കുന്നത്. അപ്പോൾ സ്മെല്ല് നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം അത് ചില സ്മെല്ല് നല്ല റേറ്റുള്ള സ്മെല്ലുണ്ട്. അപ്പോൾ അതാകുമ്പോൾ ഇത്ര ഡ്രോപ്സ് ഒഴിച്ചാൽ മതി. പക്ഷേ ഞാൻ മേടിച്ചതിനും അത്യാവശ്യം നല്ല സ്മെല്ലുള്ളതാണ്. അതുകൊണ്ട് ഞാനൊരു 500 ml ഒരു 2.5 ml വെച്ചിട്ടേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. ഓക്കെ, ഇപ്പം നമുക്കിതിനെ മാറ്റാമേ. ഇനിയിപ്പോൾ ഞാൻ സ്മെൽ ആഡ് ചെയ്യാൻ പോവാണേ. ഇതൊരു 2 ഉണ്ട്, 2.5 അടുത്തുണ്ട്.
നല്ല സ്മെല്ലായതുകൊണ്ട് ഞാൻ കുറച്ചേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പം അതും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് മോൾഡിലോട്ട് മാറ്റാം. ഒത്തിരി താമസം കൂടാതെ തന്നെ നമ്മളിനി അത് മോൾഡിലോട്ട് ഒഴിക്കുകയാണ്. ഞാൻ 100 ഗ്രാമിൻ്റെ മോൾഡിലോട്ടാണ് ഒഴിക്കുന്നത്. നമ്മൾ 5 സോപ്പും ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം ഒന്നും നമുക്ക് വന്നിട്ടില്ല, എക്സ്ട്രാ ഒന്നും അധികം വന്നിട്ടില്ല. കറക്റ്റായിട്ട് 5 സോപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 5 എണ്ണമായിരുന്നു വേണ്ടത്, അത് കിട്ടിയിട്ടുണ്ട്. ഞാൻ മാക്സിമം അത് വടിച്ചൊരുക്കുക. ഇനിയിപ്പോൾ അധികം എയർ ബബിൾസ് ഒന്നും ഇല്ല. ഈ എയർ ബബിൾസ് നമ്മളെപ്പോഴും പറയത്തില്ല, റബ്ബിങ് ആൽക്കഹോൾ ഉണ്ട്, അത് വേണേൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്താൽ തന്നെ അങ്ങ് പൊക്കോളും, അതങ്ങ് ബബിൾസ് അങ്ങ് പൊട്ടിപ്പൊക്കോളും. പക്ഷെ ഞാനത് യൂസ് ചെയ്തില്ല. ഞാനതെല്ലാം ഓർഗാനിക്കായിട്ട് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മീൻസ് ഒന്നും ഇതൊന്നും ആഡ് ആകാത്ത രീതിയിലുള്ളതാണ്. നമ്മൾ കെമിക്കൽസ് ഒന്നും വേണ്ടാന്ന് കരുതിയിട്ട് അതിനൊരു കളർ പോലും ആഡ് ചെയ്താണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് മേടിച്ച് നമ്മളിപ്പം നെയ്ബേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ കൊടുത്ത് അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാനിപ്പോൾ കുവൈറ്റിലോട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 7 എണ്ണമാണ് പുള്ളിക്കാരിക്ക് കൊടുത്തത്. അപ്പോൾ പുള്ളിയുടെ റിവ്യൂ ഇനി വരാനുണ്ട്. അടുത്തുള്ളവർക്കെല്ലാം നല്ല റിവ്യൂ പറഞ്ഞു, നല്ല സപ്പോർട്ടുണ്ട് എല്ലാവരും. അതുകൊണ്ട് മുന്നോട്ടും ചെയ്യുന്നു നമ്മൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതാണിപ്പോൾ കണ്ടില്ലേ നമ്മുടെ മുകളിൽ, ഇനി ഇതിന് സെറ്റാകാൻ ഒരു 3 മണിക്കൂറുണ്ട്. അപ്പോൾ ഈ 3 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഇത് അൺമോൾഡ് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരാം. സോപ്പൊക്കെ സെറ്റായിട്ടുണ്ടേ. നമ്മളിതിന് എടുത്ത് കാണിക്കാമേ. അൺമോൾഡ് ചെയ്യാൻ പോവാണേ. 3 hours കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സോപ്പാണ് കേട്ടോ. നല്ല സോളിഡാണ് കേട്ടോ. ഞാൻ രാത്രിയിലാണ് ഇത് എടുക്കുന്നത്. അപ്പം കാണാൻ തോന്നുന്നത് നല്ല സൂപ്പർ സോപ്പ് നമുക്ക് ഗോട്ട് മിൽക്കിൻ്റെ റെഡി ആയിട്ടുണ്ട്. എല്ലാം കറക്റ്റ് മെഷർമെൻറ്റിലൊക്കെയാണ്. നോക്കിയാൽ നല്ല രസമല്ലേ കാണാം. ഇതെനിക്ക് ഓർഡർ അനുസരിച്ച് ചെയ്തതാണ്. അപ്പം നിങ്ങൾക്കും ഇതുപോലത്തെ സോപ്പൊക്കെ വീട്ടിൽ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം വാട്സാപ്പ് നമ്പറിൽ. ഇനി അത് ഉണ്ടാക്കാൻ സമയമില്ലാത്തവർ നമ്മളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നമ്മളത് വീട്ടിലെത്തിക്കുന്നതാണ്. എന്തെങ്കിലും ഒക്കെ ആവശ്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ, കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം വാട്സാപ്പ് നമ്പറിൽ. ഓക്കെ, സോ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.